കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക്, അതായത് ഒരു എയർ ഫയറിനെ പറ്റി അറിയേണ്ടതെല്ലാം ഇതിനകത്ത് നിന്ന് അറിയാം. എയർ ഫയർ ഒരു 4.2 ലിറ്റർ ഉള്ള ഒരു എയർ ഫയറാണിത്. 5000-ന് താഴെയുള്ള ഒരു ഫിലിപ്സിൻ്റെ കമ്പനിയുടെ ഒരു എയർ ഫയറാണിത്. ഇതിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ് എത്ര സമയം ഇത് കുക്ക് ചെയ്യാമെന്നുള്ള അതാണ്, ആ ഇൻസ്ട്രക്ഷനാണ് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പിലായി എത്ര ഡിഗ്രി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 200 വരെയാണ് മാക്സിമം വെച്ചേക്കുന്നത്. അതുപോലെ അതിന് താഴെ ഒരു മിനിറ്റിൻ്റെ ബട്ടണുണ്ട്, അത് മിനിറ്റും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അതിനകത്ത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രേ ഉണ്ട്. ആ ട്രേ തുറന്നാൽ ഒരു കോയിൽ ഇതിനകത്തുണ്ട്. ആ കോയിൽ ചൂടായാണ്, അതിൽ നിന്ന് കാറ്റടിച്ചാണ് ഈ സാധാരണ ഈ ആഹാരങ്ങൾ ഇതിനകത്ത് വേവുന്നത് അല്ലെങ്കിൽ ഫ്രൈ ആവുന്നത്. എണ്ണയില്ലാതെ നമുക്ക് ഈ ആഹാരങ്ങൾ ഇതിനകത്ത് പാചകം ചെയ്തെടുക്കാം. പക്ഷേ ടേസ്റ്റ് കുറവാന്നേ ഉള്ളൂ. ടേസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ഇത് പുരട്ടി കൊടുക്കുന്നതും നല്ലതാണ്. ഞാനിപ്പോൾ ആ ട്രേ തുറന്ന് എടുത്തു പപ്പടം ചുടുകയാണ് എണ്ണയില്ലാതെ. പപ്പടം പാക്കറ്റ് പൊട്ടിച്ച് വന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ഒരു 4 പപ്പടം അതിലോട്ട് ഇടുകയാണ്. എന്നിട്ട് ട്രേയിലോട്ട് അകത്തോട്ട് വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് 5 മിനിറ്റും 180 ഡിഗ്രിയിലും വെച്ചേക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ഞാൻ പക്ഷേ എണ്ണ ഉപയോഗിച്ചില്ല. എണ്ണ ഉപയോഗിച്ചാൽ നമുക്ക് കൊളസ്ട്രോളും മറ്റും കൂടുന്നതുകൊണ്ട് നമ്മൾ കഴിവതും എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ ഓണാക്കി കോയിൽ കാണും ചൂടാകുമ്പോൾ ആ ചൂട് കാറ്റ് വഴി അടിച്ച് അതിനകത്ത് പപ്പടം എങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഇച്ചിരി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് വീണ്ടും അതിലോട്ട് കയറ്റി വെച്ചിട്ട് വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ് എടുത്താൽ നല്ല രീതിയിൽ പപ്പടം നമുക്ക് പുള്ളി കിട്ടുന്ന പോലെ ആയി കിട്ടും. ഇങ്ങനെ അധികം കറണ്ട് ചാർജ് കൂടുമെന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ എണ്ണ പൊള്ളിക്കണമെങ്കിൽ നമുക്ക് ഗ്യാസ് അങ്ങനെ എണ്ണ അതൊക്കെ വേണം. അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് തുച്ഛമായ കറണ്ട് ഇതിനാവുന്നുള്ളൂ. നമ്മൾ എണ്ണയില്ലാതെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം, കൊളസ്ട്രോൾ ഫ്രീയും കിട്ടും. ഞാൻ വാങ്ങിച്ചത് നിരവധി വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷമാണ് മറ്റും എയർ ഫയറിൻ്റെ ഓരോ കമ്പനികളുടെ കാറ്റലോഗും കണ്ടാണ് ഞാൻ ഈ എയർ ഫയർ വാങ്ങിച്ചത്. അതാണ് നമ്മൾ ഗ്യാസ് വെച്ച് അതിനകത്ത് ഫ്രൈ പാൻ വെച്ച് കൂടുതൽ കരിഞ്ഞാൽ ആ ആഹാരങ്ങൾ നമ്മൾ കഴിക്കത്തില്ലല്ലോ. അതുപോലെയാണ് ഈ എയർ ഫയറിനകത്തും വെച്ചുള്ള ആഹാരങ്ങൾ കരിഞ്ഞ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് കഴിവതും നല്ലത്. ഒരു കാരണവശാലും കരിഞ്ഞ ആഹാരങ്ങൾ കഴിക്കരുത്. ഇങ്ങനെ ട്രേയിൽ ആഹാരങ്ങൾ നേരിട്ട് വെക്കാതെ ഇങ്ങനെ സിലിക്കോൺ ട്രേ വാങ്ങിച്ചും ഓരോ ട്രേ എടുത്തും അതിനകത്ത് വെച്ച് ഉപയോഗിച്ചാൽ എളുപ്പം അഴുക്ക് പറ്റിയാതെ ഇരിക്കും. നമുക്ക് എളുപ്പം എടുത്ത് വാഷ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ഈ ട്രേ എടുത്ത് വാഷ് ചെയ്യുമ്പോൾ നല്ല ലിക്വിഡ് സോപ്പുകൾ വാങ്ങിച്ച് കഴുകാൻ നോക്കുക. ഇത് സ്ക്രബ്ബർ മറ്റും ഉപയോഗിക്കരുത് ഒരു കാരണവശാലും. സ്പോഞ്ചുകൾ വാങ്ങിക്കാൻ കിട്ടും. ആ സ്പോഞ്ചുകൾ ഉപയോഗിച്ച് വേണം ഈ ട്രേ എടുത്ത് കഴുകാനും. ആഹാരാവശിഷ്ടങ്ങൾ അതിലിരിക്കാനും പാടില്ല. അങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ ഇത് തുരുമ്പടിക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രേ മറ്റും എയർ ഫയർ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുകയും അൺപ്ലഗും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തുറന്നു നോക്കിയപ്പോൾ പപ്പടം നല്ല റെഡിയായിരിക്കുന്നു. നമുക്കത് ചോറിൻ്റെ കൂടെ ആവശ്യത്തിനെടുത്ത് കഴിക്കാം.